തന്റെ ആത്മകഥയിലെ വിമർശനങ്ങളിൽ മറുപടിയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ രംഗത്ത് വന്നു. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാറ്റിനും വ്യക്തത വരുമായിരുന്നെന്ന് EP ജയരാജൻ പറഞ്ഞു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നുവെന്നാണ് വിമർശനങ്ങളോട് EP ജയരാജന്റെ പ്രതികരണം. വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കിനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ EP ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയും. മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചുവെന്നടക്കമുള്ള EP ജയരാജന്റെ ആത്മകഥയിലെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. കണ്ണൂർ ബ്യൂറോക്കൊപ്പം 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.